ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ ടെൻഡർ ഷൂട്ട്സ് എന്ന 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായ റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന പാഠഭാഗവും അതിലെ ചോദ്യോത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറുകളും മാത്രമല്ല, ഇന്ന് നമ്മൾ ഈ പാഠഭാഗത്തിലെ നിങ്ങൾക്ക് അറിയാത്ത ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്സും കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതിലെ ആക്ടിവിറ്റീസ് ആയ 9 ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ പാഠഭാഗത്തിലുള്ളത്. ആ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ വേറൊരു വീഡിയോയുമായി വരുന്നതാണ്. ആ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഈ സ്റ്റോറിയുടെ പേരാണ് റബേക്ക ദ ചേഞ്ച് മേക്കർ. We have seen that excess of water can result in a calamity. Scarcity of water can also be a problem. Now let's read a story. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവിടെ ഒരു കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതെന്താണ്? അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ കണ്ടതാണ്, ഫ്ലഡിലൂടെ എല്ലാം നമ്മൾ കണ്ടതാണ് എക്സസ് ഓഫ് വാട്ടർ കുറേ കലാമിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ ക്യാൻ ബി ഓൾസോ എ പ്രോബ്ലം. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ലഭിക്കാതെ ഇരിക്കുന്നതും ഒരു പ്രോബ്ലം ആണല്ലേ. അപ്പോൾ നമുക്കതിനെ പറ്റിയൊരു സ്റ്റോറി നോക്കാം എന്നാണ് പറയുന്നത്. നൗ ലെറ്റ്സ് റീഡ് എ സ്റ്റോറി. റബേക്ക ദ ചേഞ്ച് മേക്കർ. In the land of the Masai in southwest Kenya, there was a girl named Rebecca. അപ്പോൾ എന്താണ്, മസൈ എന്ന ഭൂമിയിൽ, അതായത് ആ മസൈ എന്ന സ്ഥലം എവിടെയാണ്? സൗത്ത് വെസ്റ്റ്, കെന്യയുടെ സൗത്ത് വെസ്റ്റ് റീജിയനിലാണ്. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടല്ലേ. അപ്പോൾ ആ പെൺകുട്ടിയുടെ പേരെന്താണ്? റെബേക്ക എന്നാണ്. ഹർ ഫാമിലി kept cattle, sheep and goats and depended on farming the land for food. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് അവളുടെ ഫാമിലി എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? കന്നുകാലികളെ വളർത്തുന്നുണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെ കന്നുകാലികളാണ് വളർത്തുന്നത്? ഷീപ്പുണ്ട്, ഗോട്ടുണ്ട് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ഫാമിംഗ്. അതുപോലെ ഫുഡിന് വേണ്ടിയിട്ട് അവർ ഫാമിങ്ങും ചെയ്യുന്നുണ്ടല്ലേ. ആഫ്റ്റർ സ്കൂൾ ടൈം റബേക്ക യൂസ്ഡ് ടു ഹെൽപ്പ് ഹർ ഫാമിലി ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ആനിമൽസ് ഓൺ ദ ഫാം. സ്കൂൾ വിട്ടതിന് ശേഷം അല്ലെങ്കിൽ സ്കൂളിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം റബേക്കയും അവളുടെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലേ. അവളും ആ ഫാമിലെ ആനിമൽസിനൊക്കെ നന്നായി കെയർ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ഡിഡ് റബേക്കാസ് ഫാമിലി ഡു ഫോർ എ ലിവിങ്? ജീവിക്കാൻ വേണ്ടിയിട്ട് റബേക്കയുടെ ഫാമിലി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പോൾ ഞാനിത് ആ ക്വസ്റ്റ്യൻ്റെ മേലെ തന്നെ ആൻസർ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. റബേക്കാസ് ഫാമിലി kept cattle, sheep, goat and depending on farming the land for food. അപ്പോൾ എന്താണ്, കന്നുകാലികളെ വളർത്തുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, കന്നുകാലികളായിട്ടുള്ള ഷീപ്പ്, ഗോട്ട് അങ്ങനെയൊക്കെ വളർത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫാമിങ്ങും ചെയ്യുന്നുണ്ട് അവർ ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് റബേക്കയുടെ ഫാമിലി ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ജോലികൾ. അടുത്തത് നോക്കാം. ഓൺ എ വെരി ഹോട്ട് ഡേ റബേക്ക ഫൗണ്ട് ഹർ മദർ ക്രൈയിങ്. ഒരു ചൂടുള്ള ദിവസം എന്താണ്, റബേക്ക കണ്ടു, അവളുടെ അമ്മ കരയുന്നത് കണ്ടു അല്ലേ. അവർ ക്രോപ്സ് ഹാവ് ബീൻ ബാഡ് ദിസ് ഇയർ. നമ്മളുടെ ക്രോപ്സ് എല്ലാം ഈ വർഷം നല്ല മോശമായിട്ടാണ് പോകുന്നത് എന്നാണ് പറയുകയാണല്ലേ. ഷീ സൈഡ് നൗ അവർ ഗോഡ്സ് ആൻഡ് ഷീപ്പ് മൈറ്റ് ഡൈ. അതുപോലെ തന്നെ എന്താണ്, നമ്മളെ ഗോഡ്സും ഷീപ്സും എല്ലാം ഡൈ ചെയ്തു പോവുകയാണ്. ലേറ്റർ അറ്റ് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം റബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ വൈ ദെയർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദാറ്റ് ഇയർ. റബേക്ക അവളുടെ ടീച്ചറോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ വർഷം നല്ല കുറച്ച് മഴ വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. We have had many days without rain, said her teacher. അപ്പോൾ ടീച്ചർ എന്താണ് പറയുന്നത്, നമുക്ക് ഒരുപാട് ദിവസം മഴ ലഭിക്കാതെ ഇരിക്കുകയാണ് എന്ന് പറയുകയാണല്ലേ. When we have no rain, plants cannot grow. If there are no crops for food and no water to drink, our animals will die. Everyone in the class was quiet for a moment. അപ്പോൾ ടീച്ചർ എന്താണ് പറയുന്നത്, നമുക്ക് കുറേ ദിവസം മഴ ലഭിക്കാതെ ഇരുന്നാൽ, അല്ലെങ്കിൽ മഴ നമുക്ക് തീരെ ലഭിക്കാതെ ഇരുന്നാൽ പ്ലാന്റ്സ് കനോട്ട് ഗ്രോ, നമ്മുടെ പ്ലാന്റ്സ് ഒന്നും വളരുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് ക്രോപ്സ് ഒന്നും ഉണ്ടാവുകയില്ല, നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം ഉണ്ടാവില്ല. അതുപോലെ നമ്മളെ ആനിമൽസ് എല്ലാം ഡൈ ചെയ്തു പോകും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ക്ലാസ്സിലുള്ള എല്ലാവരും ഒരു മൊമെൻറ്റിൽ ക്വയറ്റായിട്ട് നിൽക്കുകയാണ്, നിശബ്ദമായിട്ട് നിൽക്കുകയാണ്. They were worried about their families, their animals and their community. അപ്പോൾ അവരെല്ലാവരും അവരുടെ ഫാമിലിയെ പറ്റിയും അതേപോലെ ആനിമൽസിനെ പറ്റിയും കമ്മ്യൂണിറ്റിയെ പറ്റിയും എല്ലാം വെറീഡ് ആവുകയാണല്ലേ. അറ്റ് ദ സ്കൂൾ ലൈബ്രറി റബേക്ക സെർച്ച് ഫോർ മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദ റെയിൻ. അപ്പോൾ സ്കൂൾ ലൈബ്രറിയിൽ വെച്ചിട്ട് റബേക്ക റെയിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇൻഫോർമേഷൻസ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹെർ. അപ്പോൾ അവൾ പഠിച്ചതിൽ വെച്ചിട്ട് അവളെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങിയ കാര്യം എന്തായിരുന്നു? ദ വോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ ആൻഡ് ദർ ഈസ് ലെസ് റെയിൻ. അപ്പോൾ നമുക്ക് കുറച്ച് റെയിൻ ലഭിച്ചാൽ അല്ലെങ്കിൽ കുറവ് മഴ ലഭിച്ചാൽ എന്താവും, നമ്മളെ വേൾഡ് എല്ലാം ഗെറ്റിംഗ് ഹോട്ടർ ആവും, ഒന്നും കൂടെ നന്നായി ചൂടാവാൻ തുടങ്ങും അല്ലേ.
ഷീ ലേൺ എ ന്യൂ ടേം, അവളൊരു പുതിയൊരു കാര്യം പഠിച്ചു. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അവൾ പഠിക്കുകയാണ്. കാർസ്, ബസ്സസ് ആൻഡ് എയറോപ്ലെയിൻസ് ആർ പൊല്യൂട്ടഡ് ഇൻ ദ എയർ. അപ്പോൾ കാറുകളും ബസ്സുകളും എയറോപ്ലെയിൻസും എല്ലാം എയറിനെ പൊല്യൂട്ട് ആക്കുന്ന സാധനങ്ങളാണല്ലേ. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് യൂസ് ടു മേക്ക് ബിൽഡിങ്സ്. അപ്പോൾ എന്താണ്, ബിൽഡിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രീസ് എല്ലാം കട്ട് ചെയ്യുകയാണ്. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി ബെറീഡ് ഇൻ ദ ഗ്രൗണ്ട്. വലിയ മാലിന്യ കൂമ്പാരങ്ങൾ കെട്ടിക്കിടക്കുകയാണ് നമ്മളെ ഗ്രൗണ്ടിലെല്ലാം. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാമിങ് നേച്ചർ. എല്ലാ ഈ പ്രവർത്തനങ്ങളും എന്താണ്, നമ്മളെ നേച്ചറിനെ ദോഷകരമായ പ്രവർത്തനങ്ങളാണല്ലേ. റെബേക്ക ഫെൽറ്റ് സാഡ്. റെബേക്കക്ക് ഭയങ്കര സങ്കടമായി. വാട്ട് ക്യാൻ ഐ, ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ, ഡു ടു ഹെൽപ്പ് ദ വോൾ വേൾഡ്, ഷീ വണ്ടേർഡ്. എന്താണ് ചെയ്യുക ഞാൻ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ഞാനൊരു ചെറിയൊരു ഗേളാണ്, ഞാൻ എങ്ങനെയാണ് ഈ വോൾ വേൾഡിനെ ഹെൽപ്പ് ചെയ്യുക എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അവൾക്കത് ഓർത്തിട്ട് വണ്ടർ ആവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വൈ വാസ് റെബേക്കാസ് മദർ സാഡ്? വാട്ട് ന്യൂ ഇൻഫോർമേഷൻ ഡിഡ് റെബേക്ക ഗെറ്റ് ഫ്രം ദ ലൈബ്രറി? അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനാണ് റെബേക്കയുടെ മദർ സാഡ് ആയിട്ടിരിക്കുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ: റെബേക്കാസ് മദർ വാസ് സാഡ് ബിക്കോസ് ദ ക്രോപ്സ് വേർ ബാഡ്. ഷീ വാസ് അഫ്രൈഡ് ദെയർ ആനിമൽസ് മൈറ്റ് ഡൈ. അപ്പോൾ എന്തിനായിരുന്നു റെബേക്കയുടെ മദർ സാഡ് ആയിട്ട് ഇരുന്നിരുന്നത്? ക്രോപ്സ് ഒക്കെ ബാഡ് ആയിട്ട് വരികയാണ്, അതേപോലെ തന്നെ എനിമൽസ് ഒക്കെ ഡൈ ചെയ്യാൻ തുടങ്ങുകയാണ് എന്നതിനെ പറ്റി ആലോചിച്ചാണല്ലേ റെബേക്കയുടെ മദർ സാഡ് ആയിട്ട് ഇരുന്നിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് റെബേക്കയ്ക്ക് ലൈബ്രറിയിൽ നിന്ന് ലഭിച്ചത് എന്നാണ് ചോദിക്കുന്നത്. Rebecca learned that the world is getting hotter and there is less rain. She found out that pollution and cutting down trees are harming nature. She learned a new term, climate change, from the library. അപ്പോൾ എന്തൊക്കെയാണ് റെബേക്ക പഠിച്ചത്? റെയിൻ്റെ കുറവ് കാരണം തന്നെ നമ്മളെ വേൾഡൊക്കെ ഹോട്ടർ ആവാൻ തുടങ്ങുകയാണ്. അതേപോലെ ഇതിന് കാരണം എന്തൊക്കെയാണെന്നാണ് റെബേക്ക കണ്ടുപിടിച്ചത്? പൊല്യൂഷനും അതേപോലെ കട്ടിങ് ഡൗൺ ട്രീസുമാണ് ഈ നേച്ചറിനെ ദോഷകരമാക്കുന്ന കാര്യങ്ങൾ എന്ന് റെബേക്ക പഠിച്ചു. അതേപോലെ തന്നെ റെബേക്ക ഒരു ന്യൂ ടേം പഠിക്കുകയാണ്. എന്താണ് ആ ന്യൂ ടേം? ക്ലൈമറ്റ് ചേഞ്ച് ആണല്ലേ. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും ലൈബ്രറിയിൽ നിന്ന് റെബേക്ക മനസ്സിലാക്കിയല്ലേ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് റെബേക്ക ലൈബ്രറിയിൽ നിന്ന് പഠിച്ചത് അല്ലേ. നമുക്ക് അടുത്തത് നോക്കാം. റെബേക്ക ഡിസൈഡഡ് ടു ടോക്ക് ടു ഹെർ ടീച്ചർ അബൌട്ട് വാട്ട് ഷീ ഹാഡ് ലേണഡ്. അപ്പോൾ അവൾ പഠിച്ചതിനെ കുറിച്ച് അവളുടെ ടീച്ചറോട് സംസാരിക്കാൻ തീരുമാനിക്കുകയാണ്. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. ഇതൊരു വലിയൊരു പ്രോബ്ലമാണ് നമ്മളെ ഭൂമിക്ക്. ഹെർ ടീച്ചർ എക്സ്പ്ലെയിൻഡ് ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു ഹെൽപ്പ്, ലൈക്ക് പ്ലാന്റിംഗ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്ങർ. അപ്പോൾ അവളുടെ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ നമുക്ക് ഇതിനെ തരണം ചെയ്യാൻ, അതായത് ഇതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ്? ലൈക്ക് പ്ലാന്റിംഗ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്ങർ. നമ്മൾ പ്രകൃതിയെ ഒന്നും കൂടി സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കുകയാണല്ലേ അവൾക്ക്. ആസ് റെബേക്ക വാക്ക്ഡ് ഹോം, ഇറ്റ് വാസ് വെരി ഹോട്ട് ആൻഡ് ഷീ സ്റ്റോപ്പ്ഡ് ടു ഡ്രിങ്ക് ഫ്രം ഹെർ വാട്ടർ ബോട്ടിൽ. റെബേക്ക അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് അവൾക്ക് നന്നായി ചൂട് അനുഭവപ്പെടുകയും അവൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവൾ വാട്ടർ ബോട്ടിൽ എടുക്കുകയും ചെയ്യുകയാണല്ലേ. ഷീ couldn't stop thinking about the lack of rain and how it was affecting the environment. അപ്പോൾ അവൾ മഴ പെയ്യാത്തതിനെ കുറിച്ചിട്ട്, അതായത് മഴ ലഭിക്കാത്തതിനെ കുറിച്ചിട്ട് തിങ്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കിയിട്ടില്ല. അതേപോലെ അതെങ്ങനെയാണ് അവളുടെ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നും അവൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹെർ കമ്മ്യൂണിറ്റി. അവൾക്ക് അവളുടെ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യണം. ദെൻ ഷീ ഗെറ്റ്സ് എൻ ഐഡിയ. അങ്ങനെ അവൾക്കൊരു ഐഡിയ ലഭിക്കുകയാണ്. ഐ ഹാവ് ലേൺ സോ മച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. ഞാൻ ഒരുപാട് പഠിച്ചു. എന്തിനെക്കുറിച്ച്? ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്. ഷീ തോട്ട്. അവൾ ചിന്തിക്കുകയാണ്. ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എനിവൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം, ദെൻ ടുഗെദർ വി കുഡ് വർക്ക് ഔട്ട് എ സൊല്യൂഷൻ. ആരോടെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ അവർക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലോ, അല്ലെങ്കിൽ ടുഗെദർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയാലോ എന്നവൾ ചിന്തിക്കുകയാണ്. ദ നെക്സ്റ്റ് ഡേ റെബേക്ക റിക്വസ്റ്റഡ് ഹെർ ടീച്ചർ ടു ഗീവ് എ ലെസൺ അബൌട്ട് ദ ചേഞ്ചിങ് വെദർ ആൻഡ് ദ ഡാമേജ് ഹ്യൂമൻസ് വർ ഡൂയിങ് ടു നേച്ചർ. അടുത്ത ദിവസം റെബേക്ക അവളുടെ ടീച്ചറോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അവൾക്ക് വെതർ ചേഞ്ചിങ്ങിനെ കുറിച്ചിട്ട് ഒരു പാഠം എടുത്തു കൊടുക്കാനും അതേപോലെ തന്നെ എന്തൊക്കെ ഡാമേജസ് ആണ് ഹ്യൂമൻസ് നേച്ചറിനോട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അവളുടെ ടീച്ചറോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ദ ടീച്ചർ ഗ്ലാഡ്ലി ഗേവ് ദം എ ഡീറ്റെയിൽഡ് സെഷൻ ആസ് റിക്വസ്റ്റഡ്.
ടീച്ചർ അവൾക്ക് സന്തോഷത്തോട് കൂടിയിട്ട് അതിനെക്കുറിച്ചെല്ലാം ഒരു ഡീറ്റെയിൽഡ് സെഷൻ തന്നെ എടുത്തു കൊടുക്കുകയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ അവസാനം റെബേക്ക സ്റ്റൂഡ് അപ്പ്, റെബേക്കൊക്കെ മനസ്സിലാവുകയാണ്. ഷീ ആസ്ക്ഡ് എവരിവൺ ഇൻ ഹെർ ക്ലാസ് ടു ഗോ ഹോം ആൻഡ് ടീച്ച് ദെയർ പാരൻസ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺഡ്. അപ്പോൾ അവൾ പറയുകയാണ് അവളുടെ ക്ലാസ്സിലെ എല്ലാവരോടും വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ എന്താണോ പഠിച്ചത് അത് നമ്മൾ പാരൻസിനും കൂടെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ പറയുകയാണ്. ഇൻ just a few days, കുറച്ച് ദിവസങ്ങൾക്കകം everyone was talking about how humans were bringing harm to nature. എല്ലാവരും സംസാരിക്കാൻ തുടങ്ങുകയാണ്. എന്തിനെ പറ്റിയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്? ഹ്യൂമൻസ് ആണ് ഇത്രയും നേച്ചറിനെ ദോഷകരമാക്കുന്നത് എന്ന് എല്ലാവരും സംസാരിച്ചു തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ഡിഡ് റെബേക്ക ആസ്ക് എവരിവൺ ഇൻ ഹെർ ക്ലാസ് ടു ഡു? അവളുടെ ക്ലാസ്സിലുള്ള എല്ലാവരോടും റെബേക്ക എന്താണ് ചെയ്യാൻ പറഞ്ഞത് എന്നാണ് ക്വസ്റ്റ്യൻ. Answer. Rebecca asked everyone in her class to go home and teach their parents about what they had learned. റെബേക്ക അവളുടെ ക്ലാസ്സിലുള്ള എല്ലാവരോടും വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ പഠിച്ചതിനെ കുറിച്ച് നമ്മളുടെ പാരൻസിന് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത് അല്ലേ. അടുത്തത് നോക്കാം. One day the elders in her village held a meeting to talk with Rebecca about what could be done to help nature. ഒരു ദിവസം റെബേക്കയുടെ വില്ലേജിലുള്ള എല്ലാ എൽഡേഴ്സും കൂടിയിട്ട് ഒരു മീറ്റിംഗ് കൂടി. എന്തിനെ പറ്റി സംസാരിക്കാനായിരുന്നു? റെബേക്കയോട് എന്തൊക്കെയാണ് നമുക്ക് നേച്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവർ അങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചത്. ദ പ്രോബ്ലം ദേ ഫേസ്ഡ് വാസ് സോ ബിഗ്. പക്ഷെ അവർ ഫേസ് ചെയ്ത പ്രോബ്ലം എന്തായിരുന്നു? ഒരുപാട് വലുതായിരുന്നു അല്ലേ അവർ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം. ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെന്യ, വൺ ഓഫ് ദ എൽഡേഴ്സ് സെയ്ഡ്. അപ്പോൾ അതിലുള്ള ഒരു മുതിർന്ന ഒരാൾ പറയുകയാണ് നമുക്ക് കെന്യയിലുള്ള പ്രസിഡന്റിന് ഒരു ലെറ്റർ എഴുതിയാലോ എന്ന് ചോദിക്കുകയാണ്. He needs to know that we cannot live without rain. Then maybe he will implement laws to stop harming nature. അദ്ദേഹം കൂടെ അറിയണം നമുക്ക് റെയിൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം കൂടെ അറിയണം. ചിലപ്പോൾ അദ്ദേഹം ഈ നമ്മളുടെ നേച്ചറിനെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയ ലോസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. റെബേക്ക ടുക്ക് ദ ലെറ്റർ ആൻഡ് ഷെയർഡ് ഇറ്റ് വിത്ത് ഹെർ ക്ലാസ്മേറ്റ്സ്. റെബേക്ക അങ്ങനെ ഒരു ലെറ്റർ എഴുതുകയും അത് ക്ലാസ്മേറ്റ്സുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുകയാണ്. ദേ ആസ്ക്ഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് ടു സൈൻ ദെയർ നെയിംസ് അറ്റ് ദ ബോട്ടം ടു ഷോ ദെയർ സപ്പോർട്ട്. അങ്ങനെ അവരെന്താണ് ഫാമിലി മെമ്പേഴ്സിനോട് സൈൻ ചോദിക്കുകയാണ്, അവരുടെ നെയിമും സൈനും ഇടാൻ പറയുകയാണ് ആ ഒരു ലെറ്ററിൻ്റെ താഴത്ത്. എന്തിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്? അത് അവരുടെ സപ്പോർട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇൻ നൈറോബി ദ പ്രസിഡന്റ് റീഡ് ദ ലെറ്റർ ഫ്രം ദ മസൈ കമ്മ്യൂണിറ്റി. നമ്മൾ പറഞ്ഞു റെബേക്ക ജീവിക്കുന്നത് മസൈയിലാണ് എന്നുള്ളത്. അപ്പോൾ കെന്യയുടെ സൗത്ത് വെസ്റ്റ് റീജിയൻ ആണ് മസൈ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രസിഡൻ്റാണ് നിറോബൈ. അപ്പോൾ മസൈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലഭിച്ച ലെറ്റർ അദ്ദേഹം വായിക്കുകയാണ്. ഹി റിസീവ്ഡ് മെനി അതർ ലെറ്റേഴ്സ്. അദ്ദേഹത്തിന് കുറേ വേറെയും ലെറ്റേഴ്സ് ലഭിക്കുകയാണ്. ഫ്രം അതർ പാർട്സ് ഓഫ് ദ കൺട്രി ടു. അത് എവിടെ നിന്നാണ് ലഭിച്ചത്? ഈ കൺട്രിയുടെ തന്നെ അതർ പാർട്സിൽ നിന്നാണ് ലഭിച്ചത്. ഐ നീഡ് ടു ഹെൽപ്പ് കെന്യ ടു പ്രൊട്ടക്ട് നേച്ചർ. അപ്പോൾ എന്താണ്, എനിക്ക് കെന്യയുടെ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി തോട്ട്, അദ്ദേഹം ചിന്തിക്കുകയാണ് അങ്ങനെ. ദ പ്രസിഡന്റ് asked his countrymen to plant trees outside their homes. അങ്ങനെ ആ പ്രസിഡന്റ് ആ കൺട്രിയിലുള്ള എല്ലാ ആൾക്കാരോടും പറയുകയാണ് അവരുടെ എല്ലാവരുടെയും വീടുകൾക്ക് പുറത്ത് ട്രീസ് വെക്കാൻ വേണ്ടിയിട്ട്. ഇൻ ദ മസൈ കമ്മ്യൂണിറ്റി എവരിവൺ അഗ്രീഡ് ടു പ്ലാന്റ് എ ട്രീ ഔട്ട്സൈഡ് ദെയർ ഹോം. അങ്ങനെ ആ മസൈ കമ്മ്യൂണിറ്റി അതെല്ലാം അഗ്രി ചെയ്തിട്ട് അവരുടെയൊക്കെ വീടിന് പുറത്ത് ട്രീസ് വെച്ച് പിടിപ്പിക്കുകയാണ്. റെബേക്ക ആൻഡ് ഹെർ മദർ ഡ്രങ്ക് എ ഹോൾ ടുഗെദർ ആൻഡ് പ്ലാന്റഡ് എ സീഡ്ലിംഗ്. അങ്ങനെ ആ റെബേക്കയും അവളുടെ മദറും കൂടിയിട്ട് അവിടെ ഒരുമിച്ച് ഒരു ഹോള് ഡഗ് ചെയ്യുകയാണ്. അതേപോലെ അതിൽ സീഡ്ലിങ്ങും പ്ലാൻ ചെയ്യുകയാണ് അല്ലേ. അവിടെ നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വൈ ഡിഡ് ദ എൽഡേഴ്സ് ഓഫ് ദ മസൈ കമ്മ്യൂണിറ്റി റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെന്യ ആൻഡ് വാട്ട് ഇൻസ്ട്രക്ഷൻസ് ഡിഡ് ദ പ്രസിഡന്റ് ഗീവ് ഹിസ് കൺട്രി മാൻ ടു സേവ് നേച്ചർ. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, മസൈ കമ്മ്യൂണിറ്റിയിലുള്ള എൽഡേഴ്സ് കെന്യയിലെ പ്രസിഡന്റിന് എന്തിനാണ് ലെറ്റർ എഴുതിയത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻസർ, ദ എൽഡേഴ്സ് റോട്ട് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ആസ്കിംഗ് ഫോർ ഹെൽപ്പ്. ദേ വാണ്ടഡ് ഹിം ടു ഇംപ്ലിമെന്റ് ലോസ് ടു സ്റ്റോപ്പ് ഹാർമിംഗ് നേച്ചർ. അപ്പോൾ ആ എൽഡേഴ്സ് എന്തിനാണ് ആ പ്രസിഡന്റിന് ലെറ്റർ എഴുതിയത്? അവർക്ക് ഹെൽപ്പ് ചോദിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ പ്രകൃതിക്ക് ദോഷകരമാകുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മസൈ കമ്മ്യൂണിറ്റിയിലെ എൽഡേഴ്സ് പ്രസിഡന്റിന് ലെറ്റർ എഴുതിയത് അല്ലേ. അപ്പോൾ എന്താണ് പ്രസിഡന്റ് കോട്ടി മെൻസിനോട് നേച്ചർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ദ പ്രസിഡന്റ് ആസ്ക്ഡ് ഹിസ് കൺട്രി മെൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോം.
അപ്പോൾ എന്താണ് പ്രസിഡന്റ് കൺട്രിമെൻസിനോട് പറഞ്ഞത്? അവരുടെ വീടിന് പുറത്ത് ട്രീസ് വെച്ച് പിടിപ്പിക്കാനാണല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. അറ്റ് റെബേക്ക സ്കൂൾ, റെബേക്കയുടെ സ്കൂളിൽ ദ പ്രിൻസിപ്പൽ ഹെൽഡ് ആൻ അസംബ്ലി ടു അഡ്രസ് ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിനെ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് പ്രിൻസിപ്പൽ ഒരു അസംബ്ലി നടത്തുകയാണ്. ഹി ആസ്ക്ഡ് റെബേക്ക ടു സ്റ്റാൻഡ് ബിസൈഡ് ഹിം. അദ്ദേഹം പറയുകയാണ് റെബേക്കയോട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ഈസ് എ ബിഗ് ജോബ് ആൻഡ് എവ്രി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ് ദ പ്രിൻസിപ്പൽ സൈഡ്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൾ പറയുന്നത്? നമ്മളുടെ നേച്ചറിനെ, അതായത് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു വലിയൊരു പണിയാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മളെ വേൾഡിനെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ബട്ട് വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക ഫോർ ഹെൽപ്പിംഗ് അസ് ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്. ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് വുഡ് ബി ഇഫ് വി ഓൾ ഹെൽപ്ഡ് അവർ കമ്മ്യൂണിറ്റി. പക്ഷെ നമ്മളെ റെബേക്കയോട് താങ്ക്സ് പറയണം. കാരണം എന്തിനാണ്? അവൾ നമ്മളെ ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനും അതേപോലെ ഇതിൻ്റെ ഒരു ചേഞ്ച് കൊണ്ടുവരാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് വുഡ് ബി ഇഫ് വി ഓൾ ഹെൽപ്ഡ് അവർ കമ്മ്യൂണിറ്റി. നമ്മളെല്ലാവരും നമ്മളെ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വേൾഡ് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിരിക്കുമെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ എന്നാണ് പറയുന്നത്. ഹി ആഡഡ്. റെബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. റെബേക്കക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. ഷീ വണ്ടേർഡ് വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് നേച്ചർ ആൻഡ് ഹെർ കമ്മ്യൂണിറ്റി. റെബേക്കയും അവളുടെ ഫ്രണ്ട്സും വണ്ടടിക്കുകയാണ്. കാരണം ഇനി എന്താണ് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ നേച്ചറിനെയും കമ്മ്യൂണിറ്റിയെയും ഹെൽപ്പ് ചെയ്യാനുള്ളത് എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അവൾ അതാണ് ഓർത്തിട്ട് വണ്ടടിക്കുന്നത് അല്ലേ. അടുത്ത് നമുക്കിവിടെ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ്. വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക സൈഡ് ദ പ്രിൻസിപ്പൽ. വൈ? Rebecca found out several reasons for climate change. What are they? And suggest 2 activities to protect nature. അപ്പോൾ നമ്മളോട് ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് റെബേക്കയോട് താങ്ക് യു പറയണം. അപ്പോൾ എന്തിനാണ് പ്രിൻസിപ്പൽ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പൽ താങ്ക്ഡ് റെബേക്ക ഫോർ ടീച്ചിങ് എവറി വൺ അബൌട്ട് പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽപ്പിംഗ് ദ കമ്മ്യൂണിറ്റി. റെബേക്കയോട് പ്രിൻസിപ്പൽ എന്തിനാണ് താങ്ക് യു പറഞ്ഞത് എന്ന് വെച്ചാൽ അവൾ എല്ലാവരെയും എങ്ങനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അതിനാണ് പ്രിൻസിപ്പൽ റെബേക്കയോട് താങ്ക് യു പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സെവറൽ റീസൺസ് റെബേക്ക പഠിക്കുകയാണ്, അത് ഫൗണ്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റീസൺസ്? ആൻസർ: കട്ടിംഗ് ഡൗൺ ട്രീസ്, പൊല്യൂഷൻ ആൻഡ് അതർ ഹാംഫുൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ ദ റീസൺസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ട്രീസ് വെട്ടിമുറിക്കുന്നതും അതേപോലെ പൊല്യൂഷനും അതേപോലെ മനുഷ്യന്മാർക്ക് ദോഷകരമായിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസുമാണ് എന്തിനുള്ള റീസൺസ് ആണ്? ക്ലൈമറ്റ് ചേഞ്ചിനുള്ള റീസൺസ്. അടുത്തത് സജസ്റ്റ് 2 ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്ട് നേച്ചർ. നമ്മളെ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 3 R's. അതായത് നമുക്കറിയാം റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. അപ്പോൾ നമുക്കറിയാലോ ഈ 3 R'സിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഒരെണ്ണം. ഇനി ഒരെണ്ണം കൂടെ കൂട്ടുകാർ കണ്ടുപിടിച്ചിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ പാഠഭാഗവും അതിലെ ചോദ്യോത്തരങ്ങളും. ഇനി നമുക്ക് ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്സും നോക്കാം. ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിലുള്ള ന്യൂ വേർഡ്സും മീനിങ്സും. നമുക്ക് നോക്കാം. എക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമായി എന്നതാണ് അർത്ഥം. കലാമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്തമാണ്. കാറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് തന്നെ ഉള്ളതാണ്, കന്നുകാലികൾ എന്നാണ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയാണ്. അതേപോലെ വെതർ എന്ന് പറഞ്ഞാലും കാലാവസ്ഥ തന്നെയാണ്. വെറിഡ് എന്ന് പറഞ്ഞാൽ വിഷമിച്ചു. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി. അപ്പോൾ ഇത്രയൊക്കെ ന്യൂ വേർഡ്സും അതിലെ മീനിങ്സുമാണ് നമ്മൾ ഈ പാഠഭാഗത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പാഠഭാഗവും അതിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും അതേപോലെ ഈ ഒരു ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്സും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമുക്ക് 9 ആക്ടിവിറ്റീസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറുകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ഒരു വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ ചാനലിൽ തന്നെ ഇടുന്നതാണ്. അപ്പോൾ അതെല്ലാ കൂട്ടുകാരും പോയി കാണണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.